മ്യൂസിക് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. പക്ഷേ ഈ സൗണ്ട് വെച്ച് മാത്രം ഒരു മ്യൂസിക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കണ്ണിൽ ഒരു സൗണ്ടും മ്യൂസിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? സൗണ്ട് ഇസ് എനിത്തിങ് ദാറ്റ് വൈബ്രേറ്റ്സ് ആൻഡ് റീച്ചസ് യുവർ ഇയേഴ്സ്. അങ്ങനെ സൗണ്ട് ആയിക്കോട്ടെ. എല്ലാം വൈബ്രേഷൻ ഓസിലേഷൻസ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് ശബ്ദമായിട്ട് നമ്മുടെ ചെവിയിലെത്തുക. ഇയർ ഡ്രമ്മിൽ ഒന്ന് അടിക്കുന്നു, അതിൻ്റെ സയൻസ്. ആൻഡ് വെൻ ദാറ്റ് സൗണ്ട് ഹാസ് എ പാറ്റേൺ, അവിടെയാണ് ഇത് കൊള്ളാലോ, ഈ ഫ്രീക്വൻസിയിൽ നിന്ന് ആ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അത് സിന്ന് ഡിയിലേക്ക് പോവുക. അല്ലെങ്കിൽ ദർ ഇസ് എ പാറ്റേൺ. ഇപ്പോൾ ആ കോൺസെപ്റ്റ് മാറിയിട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബി നോട്ടും സി നോട്ടും നമ്മളത് അടുപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് ഡിസണൻസ് ആണ്. അത് ഡിസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് കൺസണൻറ്റ്, വിച്ച് ഇസ് നോട്ട് സോ പ്ലീസിങ്. ഓക്കെ, അത് കുറച്ച് നാൾ മുമ്പുള്ള സംഗീതത്തിൽ, ഈവൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യില്ല ആ കോമ്പിനേഷൻ, ബിയും സിയും. പക്ഷേ ഇപ്പുറത്തുള്ള സി എടുത്ത് ഈ ഒക്ടേവിൽ എടുത്ത് വെച്ചാൽ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സൗണ്ട്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ മേജർ സെവൻത്ത് കോഡ്. പണ്ട് ഈവൻ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ട്രൈറ്റോൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു മ്യൂസിക്കിലുള്ള ഒരു ഇൻ്റർവെൽ, 2 നോട്ട്സ് തമ്മിലുള്ള വ്യത്യാസമാണ്. ആ ഇൻ്റർവെൽസ് വാസ് നോൺ ആസ് ദ ഡയബോളസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ ഇൻ്റർവെൽ. ഈ സൗണ്ട് വരുമ്പോൾ ഓമനിലൊക്കെ ഏതൊരു ഹൊറർ മൂവിയിലൊക്കെ അതായിരുന്നു തീം. എക്സോസിസ്റ്റ് ആണോ എന്നറിയില്ല. ഈ നോട്ട്സ് ആണ് ഈ അറൈവൽ ഫീൽ ചെയ്യുന്നത്. പ്ലാങ് പ്ലാങ്. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വാസ് കോൾഡ് ഡയബോളസ്. 13th 14th സെഞ്ചുറിയിൽ ആ സമയത്തൊക്കെ കോമ്പിനേഷൻ ഓഫ് ദാറ്റ് നോട്ട് വായിക്കുന്ന ഒരു മ്യൂസിഷ്യനെ കൊന്നുകളയും, എക്സിക്യൂട്ട് ചെയ്ത് കളയും. ബിക്കോസ് യു ആർ ബ്രിങ്ങിങ് ദ ഡാർക്ക് ലോഡ്. ആ ഫീലാ. ഇപ്പോഴത് ഗോസ്പൽ മ്യൂസിക്കിലെ പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോൾ ഈ സൗണ്ടും മ്യൂസിക്കൊക്കെ തമ്മിലുള്ള ഇത് ഇപ്പോൾ നമ്മളൊരു വെറുതെ എന്തെങ്കിലും ഇതിലിട്ട് ഉരയ്ക്കുന്നൊരു സൗണ്ട്, അത് ക്ലോസ് മൈക്രോഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റാം. ചില ഈ കിച്ചൺ യൂട്ടൻസിൽസിൻ്റെ ഒക്കെ പരസ്യത്തിൽ കിച്ചൺ സ്പൂൺ വെച്ചിട്ടും ഗ്ലാസ്സിലൊക്കെ തട്ടിയിട്ടൊക്കെയുള്ള ശബ്ദങ്ങൾ വെച്ചിട്ടുള്ള മ്യൂസിക് കേട്ടിട്ടില്ലേ? അല്ലാണ്ട് കേൾക്കുമ്പോൾ ഇത് സൗണ്ടാണ്, വെറും സൗണ്ടാണ്, നോയ്സാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ഇൻ എൻ അറേ ഓഫ് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കോമ്പിനേഷൻ ഓഫ് സൗണ്ടുകൾ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് മ്യൂസിക്. അപ്പോൾ ആ ഡിസ്റ്റിങ്ഷൻ പോലും ആക്ച്വലി ഇല്ല.